അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പിറുസത്തു ചങ്ങായിമാർ, ശ്രേഷ്ഠമായ പരിശുദ്ധമായ ദുൽഹിജ്ജ തിങ്കളായിട്ട് ഇവിടെ തുടങ്ങണത്. എപ്പായിട്ട് ഇവിടെ പരിശുദ്ധമായ ദുൽഹിജ്ജ തിങ്കൾ തുടങ്ങണത് പ്രധാനമായിട്ടും നിങ്ങൾ ആക്കുണായ കാര്യങ്ങൾ എന്തെല്ലാമായിട്ട് ഇവിടെ ഈ ഒരു വിഷയമായിട്ട് ഇവിടെ ഇന്ന നിങ്ങളൊട്ടിಗೆ ചൊല്ലത് കുറേ ആൾമാർ ദ്വാരക്കു ചൊന്നുകൊള്ളാർ പഠിച്ചു ഞങ്ങളെയും ഞങ്ങളെയും എല്ലാ ഹലാലായ ഉദ്ദേശം പൂർത്തിയാക്കി തരട്ടെ, എല്ലാ ബേജാറും തീർത്തിട്ട് ഹൈറും സന്തോഷവും പഠിച്ചും തരട്ടെ, ആഫിയത്തുള്ള ആരോഗ്യമുള്ള ദീർഘായുസ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. റായത്തുള്ള ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ ജാവകം മാത കണ്ടെങ്കിൽ പരിശുദ്ധമായ ദുൽഹിജ്ജ തിങ്കൾ ഒന്നായിട്ടിക്കടെ, അതല്ലെങ്കിൽ ഇൻഷാ അല്ലാഹ് നാളെ ജാവുകയായിട്ടിക്കടെ പരിശുദ്ധമായ ദുൽഹിജ്ജ തിങ്കൾ തുടങ്ങരുത്. വലിയ ശ്രേഷ്ഠതയും വലിയ മഹത്വമായിട്ടിക്കടെ ഈ ഒരു തിങ്കളുള്ളത് പടച്ച റബ്ബ് ചില ജാഗക്, ചില ബസ്തങ്ങക്, ചില തിങ്ങൾക്ക്, ചില നാളുക അള്ളാഹു വലിയ പവറും വലിയ ശ്രേഷ്ഠതയും കൊടുത്തിട്ടല്ലേ. പരിശുദ്ധമായ ഖുർആനിലെ അള്ളാഹു സുബ്ഹാനഹു വ തആല 12 തിങ്കളെ മെൻഷനാക്കിയിട്ട് എന്നിട്ട് അള്ളാഹു തആല ചൊല്ലുന്നത് മിൻഹാ അർബഅത്തുൻ ഹുറും, അതിൽ 4 തിങ്ങൾക്ക് ഞങ്ങൾ വലിയ മഹത്വം കൊടുത്തിറ, വലിയ പവർ കൊടുത്തിറ. അതിൽ ഒരു തിങ്കളായിട്ടിക്കടെ പരിശുദ്ധമായ ദുൽഹിജ്ജ തിങ്കളും ചൊല്ലുന്നത്. അതിലും ഈ ദുൽഹിജ്ജ തിങ്കളെ ആ ഫസ്റ്റിലെ 10 നാളുകൾ വലിയ മഹത്വമായിട്ടിക്കടെ യജമാനനായ റബ്ബ് കൊടുത്തത്. അഫ്ദലു അയ്യാമി ദുനിയ അയ്യാമുൽ അശ്ർ, ദുനിയാവിൽ ഏറ്റവും ശ്രേഷ്ഠമായ നാൾ ഏതെന്ന് കേട്ടെങ്കിൽ അത് പരിശുദ്ധമായ ദുൽഹിജ്ജ തിങ്കളിലെ ആ ഫസ്റ്റിലെ 10 നാളുകായിട്ടിക്കടേണ്ട മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊല്ലല്ലേ. പരിശുദ്ധമായ ഖുർആനിലെ 81 സൂറത്തായിട്ടിക്കടെ വൽ ഫജ്ർ വലയാലിൻ അശ്ർ വശഫഇ വൽ വത്ർ, ഇതിലെ സ്റ്റാർട്ടിങ്ങിൽ പടച്ചോണ് 10 നാളിലെ സത്യയിട്ടതും പ്രോമിസ് ആക്കിടുന്നതും നമുക്കാണ്ട്. അപ്പോൾ അത് പ്രോമിസ് ആക്കണമെന്നുണ്ടെങ്കിൽ ആ നാളുകൾ എത്ര ബഹുമാനം ഉണ്ടോട്ടെ ഒരു സാമാന്യ ബുദ്ധി ഉള്ളവനക്ക് അർത്ഥാക്കുക. ഈ ഒരു 10 നാൾ ഏതായിട്ടിക്കടെ മുഫസ്സിരീൻ ബഹുമാനപ്പെട്ട റഈസുൽ മുഫസ്സിരീൻ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അടക്കമുള്ള കണിക്കത്തെ ചൊമ്മത്തെ മുഫസ്സിരീൻ ചൊല്ലത് ഇത് ദുൽഹിജ്ജ തിങ്കളിലെ ആ ഒരു ഫസ്റ്റിലെ 10 നാളായിട്ടിക്കടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊന്നത്. എൻ്റെ വർഷത്തിൽ 10 നാളുകൾ അല്ലാഹു വലിയ മഹത്വം കൊടുത്തറ. അതിൽ ഒന്നായിട്ടിക്കടെ പരിശുദ്ധമായ റമളാൻ തിങ്കളിലെ ലാസ്റ്റിലെ 10 നാൾ, അതേപോലെ ദുൽഹിജ്ജ തിങ്കളിലെ ഫസ്റ്റിലെ 10 നാൾ, അതേപോലെ മുഹറം തിങ്കളിലെ ആ ഒരു ഫസ്റ്റിലെ 10 നാൾ. ഇതിൽ റമളാന്റെ ലാസ്റ്റിലെ 10 നാളുകൾ വലിയ പോറുള്ളൂ, അല്ലെങ്കിൽ ദുൽഹിജ്ജ തിങ്കളിലെ ആ ഒരു ഫസ്റ്റിലെ 10 നാളുകൾ വലിയ ശ്രേഷ്ഠതയുള്ളൂ എന്ന് ചൊല്ലുന്ന വിഷയത്തിൽ മഹാന്മാർ, ഇമാമിങ്ങ, പണ്ഡിതന്മാർ അങ്ങ് പരസ്പരം ഡിസ്കസ് ആക്കിയത്, ചർച്ചയാക്കിയ സമയത്ത് കിതാബിൽ നമുക്കുണ്ട്. അപ്പോൾ ഈ ഒരു ദുൽഹിജ്ജ തിങ്കളിലെ ആ ഒരു ഫസ്റ്റിലെ 10 നാൾ വലിയ മഹത്വവും വലിയ ശ്രേഷ്ഠതയുമായിട്ട് ഇക്കടുള്ളത്. മഹാനായിട്ടുള്ള അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ചൊല്ലു വകുല്ലു യൗമിൻ അൽഫു യൗം, ഓരോ നാളും 1000 നാളിലെ പവറായിട്ട് ഇക്കടുള്ളത്. 1000 നാൾ ഇബാദത്ത് എടുത്ത് എനിക്കത്തെ ശ്രേഷ്ഠതയായിട്ട് ഇക്കടുള്ളത്. എൻ്റെ മഹാൻ നമുക്ക് പഠിപ്പാട്ടി തൻ്റെ മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊല്ലും മാ മിൻ അയ്യാമിൻ അൽ അമലു സ്വാലിഹു അഹബ്ബു ഇലല്ലാഹി മിൻ ഹാദിഹിൽ അയ്യാം. നിങ്ങൾ എടുക്കണ എനിക്കത്തെ ഇബാദത്തിൽ പടച്ചോണക്ക് ചൊമ്മ ഇഷ്ടം, പടച്ചോണക്ക് ചൊമ്മ പിർസ. ഈ ഒരു 10 നാൾ നിങ്ങൾ എടുക്കണ എനിക്കത്തെ ആ ഒരു ഇബാദത്തുകായിട്ട് ഇക്കടേണ്ട ഹബീബുൽ വറ മുത്തു മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പാട്ടിയതായിട്ട് ഇക്കടെ. അതുകൊണ്ട് ഇതാ പരിശുദ്ധമായ ദുൽഹിജ്ജ തുടങ്ങിയോണ്ടുണ്ട്. അതിലെ ഫസ്റ്റിലെ 10 നാൾ നിങ്ങൾ എതിരിൽ വന്നുകൊണ്ടുണ്ട്. മിസ്സാക്കിരണ്ട് ഇത് കിട്ടിയ എനിക്കത്തെ ഒരു സൗഭാഗ്യമായിട്ട് ഇക്കടെ. ഇനി പണ്ട് ഒരു വർഷത്തിലൊരു ദുൽഹിജ്ജ 10 നാൾ ഞങ്ങൾ ഉള്ളമാച്ചുള്ള എനിക്കത്തെ യാതൊരു ഗ്യാരണ്ടി ഒന്നും നമുക്കില്ല. അപ്പോൾ ഈ ഒരു കിട്ടിയ 10 നാൾ എങ്ങനെ യൂസ് ആക്കുക, എത്ര കണ്ട് ഇബാദത്തെടുക്കാൻ ചെന്നിട്ടോ അതിനെ ഒന്ന് കറക്റ്റ് നീയത്താക്കിയിട്ട് അതൊക്കെ റെഡിയായിട്ട് ഞങ്ങൾ ഇബാദത്താക്കണമെന്നുണ്ടെങ്കിൽ എത്ര വലിയ പ്രതിഫലമായിട്ട് ഇവിടെ ഞങ്ങൾക്ക് കിട്ടുന്നത് പഠിച്ചോ തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ ഈ പ്രധാനമായിട്ടും ഈ ദുൽഹിജ്ജ തിങ്കൾ തുടങ്ങുമ്പോഴത്തേക്കോ ഞങ്ങൾ ആക്കുണായ കാര്യങ്ങളായിട്ട് ഇന്നാണെങ്കിൽ ഒട്ടിക്കെ ചൊല്ലത്. ഈ ഒരു ദുൽഹിജ്ജ തിങ്കൾ ഒന്നായതിന് കണ്ടെങ്കിൽ അതിൻ്റെ ഫസ്റ്റ് ജാവ് ഞങ്ങൾ എത്ര അതൊക്കെ വേനായിട്ടുള്ള റെഡിയാവുന്നതും ചൊല്ലുണായ ദിക്കറെല്ലാം കറക്റ്റായിട്ട് ഞങ്ങൾ ചൊന്നാനുണ്ടെങ്കിൽ അതാ ഇനിയുള്ള നാളിൽ ഞങ്ങൾക്ക് ഇബാദത്തെടുക്കൂല എനിക്കത്തെ വലിയൊരു ഉന്മേഷ ആവേശ അത് പടച്ചറബയുടെ ഭാഗത്തിൽ നിന്ന് ഞങ്ങൾ കിട്ടിയതായിട്ട്. അപ്പോൾ ദുൽഹിജ്ജ നിങ്ങൾക്ക് ഗൊന്തായന് കണ്ടെങ്കിൽ ഫസ്റ്റ് നിങ്ങൾ ആക്കണായത് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹുമ്മ അഹില്ലഹു അലൈന ബിൽ അംനി വൽ ഈമാനി വസ്സലാമത്തി വൽ ഇസ്ലാം റബ്ബി വ റബ്ബുകല്ലാഹ് ഹിലാലു റുഷ്ദിൻ വ ഖൈർ. ഈ ഒരു ദിക്ർ നിങ്ങൾ ചൊല്ലുക. നല്ലൊരു ദുആയിട്ടിക്കടെ കണന്റെ നല്ലൊരു തിങ്കളാക്കണം, സമാധാനത്തെയും വലിയ റാഹത്തിനെയും എല്ലാ നിലക്കുള്ള സുരക്ഷിതത്വമുള്ള എനിക്കത്തെ ഒരു തിങ്കളാക്കുന്ന നല്ലൊരു ദുആയിട്ടിക്കടെ. ഇത് കഴിഞ്ഞ സാത്തിಗೆ ആമന്തു ബില്ലാഹില്ലദി ഖലഖക ഈ ഒരു ദിക്ർ ചൊല്ല. അത് കഴിഞ്ഞ സാത്തിಗೆ അൽഹംദുലില്ലാഹില്ലദി ദഹബ ബിശഹരി ദിൽ ഖഅദ വജാഅ ബിശഹരി ദിൽ ഹജ്ജ. ഇതൊരു സ്തുതിയായിട്ടിക്കടെ. റബ്ബേ നീ ഈ
ഈ ഒരു ദുൽഹിജ്ജ തിങ്കൾ തന്നേക്ക് നിക്ക് നാണ് എല്ലാ നിലക്കും ഹംദ് ചെയ്ത ശുക്ർ ചെയ്യാൻ ചൊല്ല എനിക്കത്തെ ഒരു ദിക്റും കൂടി ആയിട്ടിക്കടെ. അപ്പൊ ഈ ഒരു 3 ദിക്ർ എന്താക്കാം ഫസ്റ്റ് ചൊല്ല. ഇത് കഴിഞ്ഞ സാത്തക്ക് രണ്ടാമത്തതായിട്ട് ആക്കുണായ സൂറത്തുൽ മുൽക്ക് ആയിട്ടിക്കടെ. സൂറത്തുൽ മുൽക്ക് എല്ലാ ജാഗോതനായ സൂറത്തെ ആയിട്ടിക്കടെ. അതേ സമയത്ത് ഏതൊരു തിങ്കളുടെ തുടക്കത്തിൽ ഫസ്റ്റ് നാൾ ഓതിയാണ് കണ്ടെങ്കിൽ വലിയ ശ്രേഷ്ഠതയും വലിയ പ്രതിഫലവുമായിട്ട് ഇതം കിട്ടിയത്. അതുകൊണ്ട് സൂറത്തുൽ മുൽക്ക് രണ്ടാമതായിട്ട് ഓതാ. മൂന്നാമതായിട്ട് ഈ ഒരു 10 ജാവുന്നങ്ങ മിസ്സാക്കാണ്ട് ഓതനായ സൂറത്തായിട്ടിക്കടെ. നാം പാടി ചൊന്ന എനിക്കത്തെ പരിശുദ്ധമായ ഖുർആനിലെ 84ാമത്തെ സൂറത്തായിട്ടുള്ള സൂറത്തുൽ ഫജർ വൽ ഫജ്രി വലയാലിൻ അശ്ർ വശഫഇ വൽ വത്ർ ചൊല്ലി എനിക്കത്തെ തുടങ്ങുന്ന എനിക്കത്തെ സൂറത്ത്. ഈ ഒരു സൂറത്ത് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലു മൻ ഖറഅ സൂറത്തുൽ ഫജ്രി ഫീ ലയാലിൽ അശ്ർ. ഈ തുടക്കത്തിലുള്ള എനിക്കത്തെ 10 ജാവു ആരെങ്കിലും ഈ ഒരു സൂറത്തുൽ ഫജ്ർ ഓതാണ് കണ്ടെങ്കിൽ അവന്റെ ദോഷങ്ങൾ പുറക്കപ്പെട്ടു മാത്രമല്ല ഖിയാമത്ത് നാൾ അവനക്ക് പ്രത്യേകമായിട്ടുള്ള ഒരു പ്രകാശം പഠിച്ചുകൊണ്ട് ഭാഗത്തിൽ ഉണ്ടാവോണ്ട് ഹബീബായ മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പാട്ടിയതായിട്ടിക്കടെ. അതേപോലെ മുത്തനബി തങ്ങൾ ചൊല്ലു ഫഅക്സിറു ഫീഹിന്ന മിനത്ത് തഹ്ലീൽ വത്തക്ബീർ വത്തഹ്മീദ്. ഈ ഒരു തിങ്കളിൽ ഈ ഒരു 10 നാൾ ആയത്ര നിങ്ങൾ സുബ്ഹാനല്ലാഹ് ചൊല്ലുറോ, അല്ലാഹു അക്ബർ ചൊല്ലുറോ, അൽഹംദുലില്ലാഹ് യാറ ആക്കോറോണ്ട് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലു. അതുകൊണ്ടായിട്ടിക്കടെ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. ഈ ഒരു ദിക്ർ ധാരാളമായിട്ട് ഈ 10 നാൾ നിങ്ങൾ ചൊല്ല. കാണന്റെ മഹാനായിട്ടുള്ള ഹബീബുൽ വറാ മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മിഅ്റാജ് പോയ സമയത്ത് ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം അവരെ കണ്ടപ്പ അതാ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഒരു വസിയത്ത് മുത്തുനബി തങ്ങളിൽ ചൊല്ലു. ഇതാ നിങ്ങളുടെ സമുദായത്തൊട്ടിക ഈ ഒരു ദിക്ർ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ ചൊല്ലി. ഈ ദിക്ർ യാറ ചൊല്ലു. കാണന്തേ ഒരു ദിക്ർ ചൊല്ലുമ്പോൾ സ്വർഗത്തിൽ ഒരു തൈതട്ട പോലെ ആയിട്ടിക്കണേ മഹാനായിട്ടുള്ള ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ചൊന്ന വിഷയമായിട്ടിക്കണേ. അതുകൊണ്ട് ഈ 10 നാൾ ഈ ദിക്ർ നിങ്ങൾക്ക് യാറ ചൊല്ലു. പിന്നെ അതൊട്ടിക ലാ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം അതും കൂടി സേർപാട്ടി ചൊന്നേണെങ്കിൽ പിന്നെയും യാറെ പ്രതിഫലമായിട്ട് കിട്ടത്. അതേപോലെ അഫ്ദലു ദിക്ർ നിങ്ങൾ ചൊല്ല ദിക്ർ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു ദിക്റായിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദ് യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഈ ഒരു ദിക്ർ എല്ലാ നാളും 100 വട്ട കുറഞ്ഞത് നിങ്ങൾ ചൊല്ലാം. അതേപോലെ ഈ ഒരു 10 നാൾ സൂറത്തുൽ ഇഖ്ലാസ് എല്ലാ നാളും 100 വട്ട സൂറത്തുൽ ഇഖ്ലാസ് ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ഈ സൂറത്ത് ഓരോ നാളും 100 വട്ട ഡെയിലി ചൊല്ലാനുണ്ടെങ്കിൽ വലിയ പ്രതിഫലമായിട്ട് നിങ്ങൾക്ക് കിട്ടത്. അതേപോലെ അസ്തഗ്ഫിറുല്ലാഹൽ അദീം ധാരാളമായിട്ട് ഇസ്തിഗ്ഫാർ നിങ്ങൾ യാറ ചൊല്ലണം. അതേപോലെ ആയിട്ടിക്കടെ 1.5 ഒലിമ്പോത്തോല നോമ്പിടിക്കൽ പ്രത്യേകമായിട്ടുള്ള സുന്നത്തായിട്ടിക്കടെ വലിയ പ്രതിഫലമായിട്ട് കിട്ടത്. അതാ 1.5 പിടിച്ചിട്ട് 8 തോലം പിടിക്കുന്ന നോമ്പുകൾ 1 വർഷത്തെ പ്രതിഫലമായിട്ട് ഓരോ നാളും ഓരോ നോമ്പും 1 വർഷത്തെ പ്രതിഫല. അറഫാ നാളിൽ ദുൽഹിജ്ജ ഒലിമ്പുരണ്ട് നിങ്ങൾ പിടിക്കണ എനിക്കെത്ത നോമ്പുകൾ 2 വർഷത്തെ പ്രതിഫലം ഉണ്ടായിട്ടിക്കടെ. അപ്പൊ ഈ ഒരു നോമ്പ് സാധ്യമാവുന്ന ആൾമാരെല്ലാം ഈ നോമ്പൊന്ന് പിടിക്കുക. ഇനി നോമ്പ് പിടിക്കുമ്പോൾ എങ്ങനെയായിട്ട് നെയ്യത്ത് വെക്കണ. ഇപ്പൊ ദുൽഹിജ്ജ 1-2 ഒരാൾ നോമ്പ് പിടിക്കണമെന്നുണ്ടെങ്കിൽ ദുൽഹിജ്ജ 1 സുന്നത്ത് നോമ്പ് അല്ലാഹുബേനായിട്ട് നാ പിടിക്കാനാണ് നെയ്യത്ത് വെക്കുക. വ്യാഴാഴ്ച തിങ്കളാഴ്ച വരുമ്പോഴത്തേക്കോ അതിലും കൂടി ആ ഒരു നെയ്യത്തും സേർപാട്ട. ഇനി കലാവുള്ള ആൾമാർ നാളെ കലാ വീട്ട് റമളാനിലെ കലാ ആയ നോമ്പ് കലാ വീട്ട് അതും കൂടി നെയ്യത്ത് വെച്ചേനെങ്കിൽ ഇത് 3 ഈ ഒരു നോമ്പിൽ നടക്കുന്നതായിട്ടിക്കടെ. അപ്പൊ ഈ ഒരു നെയ്യത്ത് വെച്ചിട്ടായിട്ടിക്കടെ നോമ്പിടിക്കണായ നോമ്പുകൾ വലിയ പ്രതിഫലമായിട്ടിക്കടെ വലിയ ശ്രേഷ്ഠതയായിട്ടിക്കടെ ഉള്ളത്. അതേപോലെ ഇനിയിപ്പോ ഉളുഹിയത്ത് കർമ്മം അതിന്റെ പ്രതിഫലമുള്ള കഴിഞ്ഞ ക്ലാസ്സിൽ ചൊന്നതായിട്ടിക്കടെ ഉളുഹിയത്ത് അറക്കണ എനിക്ക് താൽമാർ ദുൽഹിജ്ജ 1.5 പിടിച്ചിട്ട് അറക്കട കൊടുത്തോല അങ്ങനെ ആ ഒരു മുടി അങ്ങനെ ഉഗുറു എടുക്കാണ്ടിക്കൽ സുന്നത്തായിട്ടിക്കടെ. എടുക്കരുത് കറാഹത്തുമായിട്ടിക്കടെ. ഹറാമല്ല, എടുക്കോ തീരാ അത് നല്ലതല്ല. എടുക്കാണ്ടിക്കൽ സുന്നത്തായിട്ടിക്കടെ. കാരണം എന്തെങ്കിലും ആ ഉദുഹ്യത്തിറക്കുമ്പോഴത്തേക്കും അതിലെ എല്ലാ പ്രതിഫലവും ശരീരത്തുള്ള എല്ലാ ഭാഗത്ത് കിട്ടുകയായിട്ടായിട്ടിക്കടെ ഈ ഒരു വിഷയ പരിശുദ്ധമായ ഇസ്ലാം നിങ്ങൾക്ക് പഠിപ്പാടി തന്നത്. അപ്പൊ ഈ വിഷയമുള്ള പ്രത്യേകമായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കുക. അതേപോലെ ഈ ഉള്ള 10 നാൾ ധാരാളമായിട്ട് നിങ്ങൾ സ്വതക്ക വലിയ പ്രതിഫലം
പ്രതിഫലമായിട്ട് സ്വതക്കത്ത് കൊല്ലത്. അപ്പൊ തീരത്ര സ്വതക്കങ്ങൾ കൊടുക്കുക, എന്തെല്ലാം നന്മകൾ നമുക്ക് ചെയ്യുക അവിടെ അതെല്ലാം ചെയ്യാതിരൊട്ടിക. ഈ ഒരു 10 നാളില് ഏതൊരു തപ്പ് പറയാത്ത പോലെ എത്ര നിങ്ങൾ ജാഗ്രത ആക്കിയിട്ട് ജീവിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതിലെല്ലാം പ്രതിഫലം എടുക്കുകയും അള്ളാഹു നിങ്ങൾക്ക് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ചൊമ്മ ഇബാദത്ത് എടുക്കും അള്ളാഹു നിങ്ങൾക്ക് തൗഫീഖ് തരട്ടെ. ഞങ്ങളുടെ ഓരോ ഇബാദത്തും പഠിച്ചോണം കബൂലാക്കി തരുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് ഞങ്ങളെ ഉംറ ബാച്ച് ഉള്ളത് ഇത് ജൂൺ തിങ്കളിലായിട്ട് ഇൻഷാ അല്ലാഹ് നിങ്ങൾ ആരെങ്കിലും ബണ്ടാണ് കണ്ടെങ്കിൽ ഞങ്ങളൊരു ഉംറ യാത്ര എങ്ങനെ ചെന്നെങ്കിൽ മക്ക മദീനത്തുള്ള എല്ലാ പ്ലേസും വിളിച്ചു പോയിട്ട് അവിടുത്തെ എല്ലാ ചരിത്രം ചെന്നിട്ടുള്ളൊരു യാത്രയായിട്ട് ഇവിടെ പോയാൽ പോലെ എക്സ്ട്രാ പൈസ എടുക്കണേ. ഇതിങ്ങനത്തെ യാതൊരു വിഷയവും നിങ്ങളില്ലേ. നിങ്ങൾ ആരെങ്കിലും ബണ്ടാണ് കണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു നമ്പർക്ക് നിങ്ങൾ കോൺടാക്ട് ആവും. പഠിച്ചോ നിങ്ങൾക്ക് പരിശുദ്ധമായ ഹജ്ജും ഉംറയും മദീന സിയാറത്താക്കോ. അല്ലാഹു തൗഫീഖ് തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.